എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ 22 റൺസിന്റെ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. നാലാം ടെസ്റ്റിനുള്ള പ്ലേയിംഗ് 11-ൽ 5ഓളം വൻ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഈ നീക്കം ഇംഗ്ലണ്ട് ടീമിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മൂന്നാം ടെസ്റ്റിലെ പ്രകടനം ഗംഭീറിനെ എത്രത്തോളം പ്രകോപിപ്പിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തീരുമാനങ്ങൾ. തോൽവിക്കു പിന്നാലെ ഗംഭീർ ടീമിനോട് തുറന്നടിച്ചതിങ്ങനെയായിരുന്നു: നമ്മുടെ ടീം ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ടെസ്റ്റ് ടീമുകളിൽ ഒന്നായിരുന്നു. എന്നാൽ ചില കളിക്കാർക്ക് അവരുടെ ഉത്തരവാദിത്തം മനസ്സിലാകുന്നില്ല. ഓരോ അവസരവും മുതലെടുത്ത് ടീമിന് 100% നൽകുന്ന കളിക്കാരെയാണ് നമുക്ക് വേണ്ടത്. മൂന്നാം ടെസ്റ്റിൽ ചില കളിക്കാർ തീർത്തും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മാറ്റങ്ങൾ വരുത്താനും പുതിയ പ്രതിഭകൾക്ക് അവസരം നൽകാനുമുള്ള സമയമാണിത്, ഗംഭീർ തുറന്നടിച്ചു. പ്രധാനമായും കരുൺ നായർ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, ആകാശദീപ്, മുഹമ്മദ് സിറാജ് എന്നിവരുടെ പ്രകടനങ്ങളിൽ ഗംഭീർ അതൃപ്തി പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് കരുൺ നായർക്ക് തുടർച്ചയായി 3 മത്സരങ്ങളിൽ അവസരം നൽകിയിട്ടും ടീമിനു വേണ്ടി കാര്യമായ സംഭാവന നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് ഗംഭീറിന്റെ വിലയിരുത്തൽ. ഓൾറൗണ്ടർമാരായ നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദരും ബൌളിംഗിൽ തിളങ്ങിയെങ്കിലും ബാറ്റിംഗിൽ തികഞ്ഞ പരാജയമായിരുന്നു. പേസ് ബൌളർമാരായ ആകാശദീപിനും സിറാജിനും ഇംഗ്ലണ്ട് ബാറ്റിംഗിനെ പിടിച്ചു നിർത്താനായില്ലെന്നും ഗംഭീർ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ആരൊക്കെയാണ് പുറത്തായത്, ആർക്കൊക്കെയാണ് സുവർണാവസരം ലഭിച്ചത് എന്നിങ്ങനെ ആ 5 പ്രധാന മാറ്റങ്ങൾ നോക്കാം. ആദ്യത്തേത്, കരുൺ നായർക്ക് പകരം യുവതാരം അഭിമന്യു ഈശ്വർ ടീമിലെത്തി. ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയ ഈശ്വർക്ക് ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ എങ്ങനെ തിളങ്ങാനാകുമെന്ന് കാത്തിരുന്ന് കാണാം. അതുപോലെ ഷാർദുൽ താക്കൂർ മടങ്ങിയെത്തുകയാണ്. ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം പരിചയസമ്പന്നനായ ഷാർദുൽ താക്കൂറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഓൾറൗണ്ടർ മികവ് കാട്ടിയ ഷാർദുലിന്റെ തിരിച്ചുവരവ് ടീമിന് വലിയ മുതൽക്കൂട്ടാകും. പിന്നാലെ കുൽദീപ് യാദവിന് വിളിയെത്തി. സ്പിൻ വിഭാഗത്തിൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരം ചൈനാമാൻ ബൌളർ കുൽദീപ് യാദവിനെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കുൽദീപിന്റെ വ്യത്യസ്തമായ പന്തുകളും ഗൂഗിളിയും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന്, പേസ് ബൌളിംഗ് വിഭാഗത്തിൽ ആകാശദീപിന് പകരം യുവ പേസർ അർഷ്ദീപ് സിംഗിന് ടെസ്റ്റ് അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ചു എന്നതാണ്. T20 ഏകദിന ക്രിക്കറ്റിൽ തന്റെ സ്വിംഗ് ബൌളിംഗിലൂടെ ശ്രദ്ധേയനായ അർഷ്ദീപിന് ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ തിളങ്ങാനാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതുപോലെ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് ഒരു സുവർണാവസരം ഒത്തുവന്നിരിക്കുകയാണ്. മുഹമ്മദ് സിറാജിന് പകരം പേസ് ബൌളർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. സിറാജിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് ഈ മാറ്റം. പ്രസിദ്ധിന്റെ വേഗതയും ബൗൺസും ഇന്ത്യൻ പേസ് ബൌളിംഗ് ആക്രമണത്തിന് പുതിയ ഊർജ്ജം നൽകുമെന്ന് പ്രതീക്ഷ. പുതിയ ഈ 5 താരങ്ങളെ ഉൾപ്പെടുത്തി ഇംഗ്ലണ്ടിനെതിരായ 4-ാം ടെസ്റ്റിൽ ഇന്ത്യ പുതിയ തന്ത്രങ്ങളുമായാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഗംഭീരിന്റെ ഈ ധീരമായ തീരുമാനങ്ങൾ ഇന്ത്യൻ ടീമിന് വിജയം നേടിക്കൊടുക്കുമോ, അതോ ഇംഗ്ലണ്ട് വീണ്ടും ഞെട്ടിക്കുമോ? ഈ മാറ്റങ്ങൾ കളിയുടെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.